അതുകൊണ്ട് കണ്ടോ, ആൻസർ കണ്ടോ. ഇഷ്ടമില്ലാത്ത ഈ പറയുന്ന പോലെ ജങ്ക് ഫുഡ്സും പിന്നെ നമ്മുടെ ഈ ബിരിയാണി പിന്നെ ചപ്പാത്തി അങ്ങനെയുള്ള കാര്യമൊന്നും ഇഷ്ടമല്ല. പൊതുവെ നാടൻ ഫുഡ്, നമ്മുടെ ചോറും കറികളും അങ്ങനെയൊക്കെയുള്ള ഫുഡാണ് ഇഷ്ടം. അഖിലിന് ദേഷ്യം എന്നാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഇങ്ങനെ ഇതിൽ കൂടുതൽ കണ്ടിട്ടില്ല. അതിൽ കാണുന്ന കാണിക്കുന്ന ആറാട്ടം നിങ്ങൾ കണ്ടതല്ലേ? നമ്മൾ ബിഗ് ബോസിൽ കണ്ടതുപോലെ തന്നെ ആ സിറ്റുവേഷൻ വരുമ്പം അന്നേരം റിയാക്ട് ചെയ്തു, അന്നേരം കളയും, നാക്കൊക്കെ കടിച്ചു പിടിച്ച് അങ്ങനെയുള്ളൊരു ദേഷ്യം തന്നെയാണ്. അങ്ങനെ വഴക്കാളിയായിട്ടൊന്നും അല്ല, എന്നാലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒപ്പീനിയറ്റഡ് ആയിട്ടോ ഒക്കെ ആയിരിക്കാം ദേഷ്യം കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ദേഷ്യം ഒരു സംവിധായകൻ പലപ്പോഴും അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറില്ലേ നടന്മാർക്കൊക്കെ? അങ്ങനെ ആ ദേഷ്യം ഒന്ന് അഭിനയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ദേഷ്യം എങ്ങനെയാണോ അഭിനയിച്ചു? അല്ല, നാക്കൊക്കെ കടിച്ചു പിടിക്കുന്ന ആ ഒരു എന്നെ പ്ലീസ് അത് ഓട്ടോമാറ്റിക്കലി അതൊക്കെ കാണിക്കുന്നത്. ഇനി അടുത്തത് നിങ്ങൾ എന്തൊക്കെയോ കാണിച്ചോ? അത് ദേഷ്യം വരുമ്പോ ചോരത്രക്ക് ഓരോ. അടുത്തത് നിങ്ങൾ ആദ്യം കണ്ടുമുട്ടിയ ദിവസം ഏതാണ്? അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. എടോ അതെനിക്ക് ഓർമ്മയില്ല. ആദ്യം കണ്ടുമുട്ടിയ ആ ദിവസം എങ്ങനെയാണാവോ? ദിവസം ഓർമ്മയില്ല. വർഷം ഒരു 2013 അത് ഗണപതി അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ആദ്യമായിട്ട് കണ്ടത്. നമ്മളിങ്ങനെ തൊഴുത് തിരിയുമ്പം കണ്ടതാ. ഞാനും അണ്ണനും ഗണപതി ഇങ്ങനെ തൊഴുത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് തിരിഞ്ഞ് ഫേസ് ടു ഫേസ് നോക്കി ഒന്ന് സ്പാർക്ക് കത്തി അവിടെ. അതായിരുന്നു. അങ്ങനെ തിരിഞ്ഞ് നോക്കി സ്പാർക്ക് കത്തുകയൊക്കെ ചെയ്തായിരുന്നോ? അവളുടെ അമ്മായിയും എന്റെ അമ്മായിയമ്മയും കൂടെ എന്നെ കുടിക്കിയതാണ്. ദൈവമേ, ഇത് കഴിഞ്ഞ് അങ്ങ് ചെല്ലണ്ട കേട്ടോ. ഞാൻ രക്ഷപ്പെടുന്നു, ഇവർക്ക് അറിയാമായിരുന്നു ഇവര് മൃഗാലജ്ഞാനിയാന്നുള്ള എനിക്കറിയാമായിരുന്നു. നിങ്ങളൊക്കെ ചോദിക്കത്തില്ല എന്റെ പ്രഡിക്ഷനെ കുറിച്ച്. ഒന്നും അല്ല, ഇതാണ് പ്രഡിക്ഷൻ. എന്റെ തിരിഞ്ഞ് ഒരു ടെസ്റ്റർ ബൈക്കായിരുന്നു. അപ്പൊ എനിക്ക് സി സി പോലും അടയ്ക്കാൻ ഗതിയില്ലാത്ത. അങ്ങനെയുള്ള ഒരാൾക്ക് ആ മകളെ കെട്ടിച്ചു കൊടുത്ത അമ്മയുടെ മനസ്സ് എന്ത് ധൈര്യശാലി ഇരിക്കല്ലേ അല്ലേ? അഖിലിന് 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? അടുത്ത ചോദ്യം. അഖിലിന് 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? അതിന്റെ ആൻസർ ഞാൻ കേട്ടായിരുന്നു. സ്കൂൾ ടോപ്പർ ആയിരുന്നു, ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നോ? എല്ലാ തൊഴിലും ഉണ്ടായിരുന്നു, എന്നാലും പഠിക്കുകയും ചെയ്യല്ലേ? ആ ആൻസർ ഒന്നുകൂടെ പോരട്ടെ. സ്കൂൾ ടോപ്പർ ആയിരുന്നു, ഫുൾ എ പ്ലസ്. ഫുൾ മാർക്കായിരുന്നോ? എത്ര മാർക്ക്? എന്നാലും ഓർമ്മയില് 550 മാർക്ക് ഉണ്ടെന്ന് കൂട്ടി. ഞങ്ങളുടെ എക്സാം എത്രയായിരുന്നു? അന്ന് ജയിക്കാന്ന് വെച്ചാൽ 59% വിജയം ടോട്ടൽ. അതിനകത്ത് എത്ര ശതമാനം ഉണ്ടായിരുന്നു? 90% ഉണ്ടായിരുന്നു. വലിയ പുള്ളിയാണോ? അഖിൽ മാര റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു സിനിമ ഏതാണ്? അങ്ങനെ പൊതുവേ ടിവിയിലും മൊബൈലിലും ഒന്നും സിനിമ കാണുന്ന ആളല്ല. എന്നാലും പണ്ടൊക്കെ ഇപ്പൊ കുറെ നാളെ കേട്ടോ അങ്ങനെ സിനിമ. പണ്ടൊക്കെ ആണെങ്കിൽ ബോയിങ് അല്ലെങ്കിൽ മഴ പെയ്യുന്ന മാത്രം കൊടുത്ത് ഇങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ. ആ കാലഘട്ടത്തില് ലാലേട്ടൻ പടങ്ങൾ കൂടുതലും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ തന്നെ ആയിരുന്നു.